29 ട്രില്യൺ ഇക്കോണമി എന്ന അമേരിക്കയും ഒരു 18-19 ട്രില്യൺ ഇക്കോണമി എന്ന നിലയിൽ ചൈനയും തമ്മിൽ പോരടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്താകമാനം അതിൻ്റെ അനുരണങ്ങൾ ഉണ്ടാകും എന്ന് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ഇവിടെ ഒരു മേൽക്കൈ അമേരിക്ക പ്രതീക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അമേരിക്കയുടെ ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റാണ്. അതായത് ചൈനയുമായിട്ട് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളുമായി കച്ചവടം ചെയ്യുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് $1 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റാണ് അമേരിക്ക. കൃത്യമായി പറഞ്ഞാൽ $914 ബില്യൺ. ഇതൊരു വലിയ ഭീമമായ തുകയാണ്. അതിൻ്റെ ഒരു നല്ല പങ്ക് ചൈനയുമായുള്ള വ്യാപാരത്തിലെ ഡെഫിസിറ്റാണ്. അത് ഏതാണ്ട് $295 ബില്യൺ വരും. ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഏതാണ്ട് $498 ബില്യൺ. അമേരിക്കയിൽ നിന്നും ചൈന ഇറക്കുമതി ചെയ്യുന്നത് ഏതാണ്ട് $199 ബില്യൺ. ഇത് തമ്മിലുള്ള വ്യത്യാസമാണല്ലോ ചൈനയ്ക്കുള്ള വ്യാപാര മിച്ചം, അമേരിക്കയുടെ വ്യാപാര കമ്മി. ഇത് നികത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ്. അത് പെട്ടെന്ന് ഇത്രയധികം ടാരിഫ് പ്രഖ്യാപിച്ചാൽ, അതായത് ഇപ്പം നോക്കൂ, ഇഫക്റ്റീവ്ലി 145% ടാരിഫാണ് ചൈനീസ് ഗുഡ്സിന് അമേരിക്ക ഇപ്പോൾ ലേറ്റസ്റ്റായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യം 10%, പിന്നെ വേറൊരു 10%, അങ്ങനെ ചൈനയ്ക്കെതിരെ 20%, അതിനുശേഷം 34% കൂടെ പ്രഖ്യാപിച്ചപ്പോഴാണ് ചൈന തിരിച്ചടി തുടങ്ങുന്നത്. ചൈന അപ്പോൾ അമേരിക്കൻ ഗുഡ്സിന് 34% ടാരിഫ് പ്രഖ്യാപിച്ചപ്പോൾ, അത് കഴിഞ്ഞ ആഴ്ചയാണ്, ട്രംപ് പ്രകോപിതനായി എന്നാൽ ഇരിക്കട്ടെ ഒരു 50% കൂടി, അങ്ങനെ 54% നിന്നും 104% ടാരിഫ് വർദ്ധിക്കുകയാണ്. 120, അതിനുശേഷം 124 മാറുന്നു. 124-25 ശേഷം ഇപ്പോൾ അഡീഷണൽ ടാരിഫാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രഖ്യാപനം അനുസരിച്ച് 145. ചൈന ഏതാണ്ട് 84 പ്രഖ്യാപിച്ചു. ഇനിയിപ്പോൾ 125 കേൾക്കുന്നു. ഇങ്ങനെ ലേലം വിളി പോലെ രണ്ട് രാജ്യങ്ങളും പരസ്പരം ടാരിഫ് കൂട്ടി പോകുമ്പോൾ ചൈന അമേരിക്ക വ്യാപാരം ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് അമേരിക്കൻ ഇക്കോണമിക്ക് എങ്ങനെ, അല്ലെങ്കിൽ അമേരിക്കൻ ഉപഭോക്തൃ മാർക്കറ്റിലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ, അത് വലിയൊരു വിഷയമാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങളെ റീപ്ലേസ് ചെയ്യാൻ മറ്റുൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണം ഉടനടി. അല്ലെങ്കിൽ അവിടുത്തെ മാനുഫാക്ചറിങ്, അമേരിക്കൻ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് സെക്ടർ ഉണർന്ന് പ്രവർത്തിക്കണം. അതിന് തക്ക പ്രൊഡക്ഷൻ ലൈൻസ് എവിടെ ഉണ്ട് എന്ന് പെട്ടെന്ന് ഉണ്ടാകാൻ സാധിക്കില്ല. അതുകൊണ്ടൊരു ഡീപ്പ് ക്രൈസിസ് ആണ്. അത് മാത്രമല്ല, ഇത് ട്രേഡിനുപരിയായി അമേരിക്കയുടെ ട്രഷറി റിസർവ്സിൻ്റെ, അല്ലെങ്കിൽ ട്രഷറി ബിൽസിൻ്റെ ഒരു വലിയ പങ്ക് ചൈന വാങ്ങി വെച്ചിരിക്കുകയാണ്. അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിൽ ചൈന വലിയ തോതിൽ പണം മുടക്കിയിട്ടുണ്ട്. ഇത് വിറ്റഴിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ ആഘാതം ഉണ്ടാകും. അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ച് ട്രംപിൻ്റെ അഡ്വൈസേഴ്സ് ട്രംപിനോട് ഉപദേശിച്ചതായിരിക്കണം. അതുകൊണ്ടായിരിക്കണമല്ലോ പെട്ടെന്ന് ഒരു റോൾ ഡൗൺ. എല്ലാ രാജ്യങ്ങളുമായും ഒരേ സമയം ഈ ടാരിഫ് യുദ്ധം പ്രഖ്യാപിക്കാനാവില്ല. അമേരിക്ക ഒരു 15 രാജ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്ത Dirty 15, അതായത് ഒരുപാട് ടാരിഫ് അമേരിക്കൻ പ്രോഡക്ട്സിന് ചുമത്തുന്ന 15 രാജ്യങ്ങൾ. ആ കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ട്, ചൈനയും ഉണ്ട്. അതിനുശേഷമാണ് പിന്നൊരു 60 രാജ്യങ്ങളുടെ പട്ടികയുമായിട്ട് ട്രംപ് വന്ന് ഏപ്രിൽ 2 മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വിശദീകരിക്കുകയാണ്. ഇന്ത്യക്ക് 27%, വിയറ്റ്നാമിന് 46%, ചൈനയ്ക്ക് 20%, ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. ഇതെല്ലാം വലിയ തോതിലുള്ള റിപ്പിൾസാണ്. മാർക്കറ്റിൽ ആദ്യം ചില റിപ്പിൾസും പിന്നീട് അത് സുനാമിയായി മാറി. അതിഭയങ്കരമായ വോളറ്റിലിറ്റിയാണ് ലോകമാസകലമുള്ള മാർക്കറ്റിൽ ഉണ്ടായത്. അതേസമയം ട്രംപ് തീരുവകൾ പിൻവലിക്കുന്നു എന്ന് വന്നപ്പോൾ, ആ ഒരു പ്രതീക്ഷ വന്നപ്പോൾ മാർക്കറ്റ് വീണ്ടും കരകയറി. അങ്ങനല്ല, പിൻവലിക്കില്ല എന്ന് ട്രംപിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ വീണ്ടും മാർക്കറ്റുകൾ തകരുന്നു. ഇപ്പോഴിതാ ചൈനയ്ക്കെതിരെ മാത്രം ഈ തീരുവ നിലനിർത്തിക്കൊണ്ട് മറ്റ് രാജ്യങ്ങൾക്കെതിരെയുള്ള തീരുവകൾ മുഴുവൻ തന്നെ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയാണ്. ഒരു 90 ദിവസത്തേക്ക്, 3 മാസത്തേക്ക്, എല്ലാം ബ്രാക്കറ്റ് 10%. അപ്പോൾ ഇതിനർത്ഥമെന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യം ട്രംപിന്റെ കൺസിസ്റ്റൻസി ലെവലാണ്. ട്രംപ് ഇസ് ബിക്കമിങ് ടു അൺപ്രഡിക്റ്റബിൾ. നാളെ എന്താണ്? നാളെ ഇനി ചൈനയ്ക്കെതിരെയുള്ള ടാരിഫ് കുറച്ചുകൊണ്ട് വരുമോ? അതോ ചൈനയുമായിട്ട് കച്ചവടം തന്നെ വേണ്ടെന്ന് പറയുമോ? അതോ മറ്റു രാജ്യങ്ങളെയും കൂടെ കുറച്ചുപേരെ കൂടെ ഈ 90 ദിവസത്തിനുള്ളിൽ തന്നെ കൂടുതൽ കൊണ്ടുവരുമോ? ഒന്നും തന്നെ അറിയില്ല. 90 ദിവസത്തിന് ശേഷം എന്താ എന്നതും വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ഒരു മാർക്കറ്റിൽ ഒരു ടെയിൽ സ്പിന്നാണ്, റോളർ കോസ്റ്റർ റൈഡാണ്, കലാമിറ്റിയാണ്. അതുകൊണ്ടാണ് അൺപ്രഡിക്റ്റബിൾ ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ചുരുക്കത്തിൽ നല്ലതിനല്ല എന്ന് മാത്രമേ പറയാനാവൂ.